ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്രവിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ET ടൈസൺ MLA നേതൃത്വത്തിൽ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്രവിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം ഹൈന്ദവർക്കില്ല. ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്നവർ ക്ഷേത്രങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ തണ്ടപ്പേര് ഇതര മതസ്ഥന്റെ പേരിലാകുകയും പിന്നീട് പുറമ്പോക്കെന്ന് തിരുത്തുകയും ചെയ്ത നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളമ്പറമ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ ഖാദർ എന്നൊരാളുടെ പേരിലേക്ക് ഡിജിറ്റലൈസ് ചെയ്യുക. അതെങ്ങനെ വരും? നമുക്ക് കുരുമ്പക്കാവിലമ്മ ദേവസ്വം ഭൂമി എന്ന് പറയുന്നത് ഖാദറിന്റെ പേരിലേക്ക് എഴുതുമ്പോൾ എത്ര നീണ്ട പേരാണ് നോക്കൂ. ആളമ്പറമ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ ഖാദർ വധ എന്ന് എഴുതി ചേർക്കാനായിട്ട് അത് അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മാത്രമല്ല, തണ്ടപ്പേര് 422 എന്നുള്ളത് മാറി ഇപ്പോ റിന്യൂ ചെയ്തപ്പോൾ തണ്ടപ്പേര് 0 എന്ന് കിടക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഇത് വളരെ ആസൂത്രിതമാണ്. ഇത് വളരെ ആശങ്കാജനകമാണ്. താലൂക്ക് പ്രസിഡന്റ് ദാസ് മുളങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സത്സംഗ പ്രമുഖ് CM ശശീന്ദ്രൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ, P രാജേഷ്, വിശ്വരൻ കാനാടി എന്നിവർ സംസാരിച്ചു. വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ, മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ET ടൈസൺ MLA നേതൃത്വത്തിൽ അനുമോദിച്ചു. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ റെക്കോർഡോടെ സ്വർണവും 400 മീറ്റർ ഹഡിൽസിൽ സ്വർണവും നേടിയിരുന്നു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ അഷ്റഫ് ജസീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഷ്ഫാഖ്. ET ടൈസൺ MLA വീട്ടിലെത്തി പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വാർഡ് മെമ്പർ സുജിത സലീഷ്, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, ബഷീർ ചക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലക്കുടി പൊടിയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഇറിഗേഷൻ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പിന്റെ അഡ്വൈസറി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. ഇത്തവണ ഈ സ്ഥിതിവിശേഷം ഉണ്ടാവരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും മഴക്കാലത്ത് കിട്ടുന്ന ജലം സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി വെള്ളപ്പൊക്ക നിയന്ത്രണ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. അതിനുവേണ്ട മുൻകരുതലുകൾ KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. കേരള ഷോളയാറിൽ നിന്നും ലഭ്യമാക്കുന്ന വെള്ളം പൂർണ്ണതോതിൽ ഉൽപാദനത്തിനായി ഉപയോഗിച്ചതിനു ശേഷം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചാലക്കുടി പുഴയിൽ ലഭ്യമാക്കണമെന്നും MLA നിർദ്ദേശിച്ചു. ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് KSEB അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ഇടതുകര കനാലിലൂടെ 30-ാം തീയതിയും വലതുകര കനാലിലൂടെ 15-ാം തീയതി മുതലും ജലവിതരണം ആരംഭിക്കുവാൻ തീരുമാനമായി. ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AA നൂർജഹാൻ, സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് PI പോൾ, പോളി ഡേവിസ്, മറ്റ് വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. പിറ്റേഴ്സില് 2 ജനറേറ്റർ സാധാരണ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ജനറേറ്ററാണ് പ്രവർത്തിച്ചത്.
വലിയ രീതിയിലുള്ള വലിയ കാലതാമസം, അതിന്റെ ജനറേറ്ററിന്റെ തകരാറ് പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസം വന്നു. അത് ചാലക്കുടി പുഴയിലെ ജലവിധാനത്തെ വളരെ കാര്യമായിട്ട് ബാധിച്ചു. പുഴയെ തന്നെ ഉണങ്ങി വരണമെന്നൊരു സ്ഥിതി ഉണ്ടാവുന്ന ഒരു സാഹചര്യം. കൃഷി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നിരവധി കുടിവെള്ള സ്രോതസ്സായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കേണ്ടി വന്ന ചീത്തയ്ക്ക് യാതൊരു പേരും കണക്ക്. ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചാലക്കുടി പുഴയിലെ വെള്ളം KCB ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം ആണ് എന്നുള്ളൊരു ധാരണ KCBക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നല് ഇപ്പോൾ വന്നിട്ടുണ്ട്. മീഡിയ ടൈം ചാലക്കുടി. എടവിലങ്ങ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ബൾക്ക് മിൽക്ക് കൂളറിന്റെ ഉദ്ഘാടനവും ക്ഷീരകർഷകരെ ആദരിക്കലും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായി. എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ AT ജയൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K വീണ ഭാസ്കരൻ ആദംകാവിൽ, താര ഉണ്ണികൃഷ്ണൻ, TN സത്യൻ, ഷാജു വെളിയൻ, ജസ്മി ടൈറ്റസ്, MA ഹരിദാസ്, C സജിത്, VD മുരളീധരൻ, AB പ്രശാന്ത്, ഡോക്ടർ അരുൺകുമാർ, സംഘം പ്രസിഡന്റ് KK റാഫി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ മുഖേന നടപ്പിലാക്കുന്ന നാഷണൽ പ്ലാൻ ഫോർ ഡയറി ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് 2000 ലിറ്റർ പാൽ ശീതീകരണ യൂണിറ്റ് എടവിലങ്ങ് ക്ഷീരസംഘത്തിൽ സ്ഥാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്രവിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ET ടൈസൺ MLA നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി.